ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമുക്ക് നമ്മുടെ വെബ് പേജ് ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യാം. വെബ് ഡെവലപ്മെൻറ്റ് കോഴ്സ് പാർട്ട് 1. ഓക്കെ, അപ്പോൾ വെബ്സൈറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ HTML എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ടാണ്. HTML വെച്ചിട്ടാണ് നമ്മൾ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഡിസൈൻ ചെയ്യുന്നതല്ല, വെബ്സൈറ്റിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ, അതായത് വെബ്സൈറ്റ് നമ്മൾ കാണുന്ന ഇൻ്റർഫേസ് ഉണ്ടല്ലോ, യൂസർ ഇൻ്റർഫേസ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ HTML CSS യൂസ് ചെയ്തിട്ടാണ്. CSS എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റൈലാണ്, നമ്മൾ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് CSS യൂസ് ചെയ്യുന്നത്. HTML എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നതെല്ലാം, അതായത് സ്റ്റാറ്റിക്കായിട്ട് കാണുന്നതെല്ലാം ഭൂരിഭാഗവും HTML യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ എന്താണെന്ന് പറഞ്ഞുതരാം. അത് ജസ്റ്റ് ഒരു വെബ്സൈറ്റ് എടുത്തിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം എടുക്കുകയാണെങ്കിൽ instagram.com ജസ്റ്റ് ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുക. ഡെസ്ക്ടോപ്പ് മോഡിൽ ഇടണം കേട്ടോ. ഡെസ്ക്ടോപ്പ് മോഡിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ഇൻസ്റ്റാഗ്രാമിൻ്റെ വെബ്സൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ വെബ്സൈറ്റ് ലോഡായി വന്നിട്ടുണ്ട്. സൈഡിലായിട്ട് തന്നെ ഇമേജ് കാണാൻ സാധിക്കും. ഒരു 2 ഇമേജ് ഉണ്ട്. ഇത് ഇമേജാണ് കേട്ടോ, കണ്ട JPG എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ, ഇത് ഇമേജാണ്. സൈഡിലായിട്ട് ഇമേജ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒരു ലോഗിൻ ഫോം ഉണ്ട്. ലോഗിൻ ഫോം എന്നാണ് ഇതിന് പറയുക. ഇത് ഡിവ്, അതൊക്കെ പിന്നെ പറയാം. ഇതൊരു ലോഗിൻ ഫോമാണ്. ഈ ലോഗിൻ ഫോമിനുള്ളിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം എന്നുള്ളൊരു ടെക്സ്റ്റ് ഉണ്ട്. ടെക്സ്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഇമേജ് ഫയൽ ആയിരിക്കാം. അതുപോലെ തന്നെ ഫോൺ നമ്പർ, യൂസർ നെയിം, ഇമെയിൽ അഡ്രസ്സ് അടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിന് നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ബോക്സ് എന്നാണ്. അതുപോലെ തന്നെ പാസ്വേഡ് അടിക്കാനുള്ളൊരു ഇൻപുട്ട് ബോക്സ് ഉണ്ട്. ലോഗിൻ ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ട്. ഓക്കെ, ഇത് ബട്ടണാണ്. അതേപോലെ തന്നെ ഫേസ്ബുക്ക് വെച്ച് ലോഗിൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ലിങ്കാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിനെ നമ്മൾ ടാഗ് എന്നാണ് യൂസ് ചെയ്യുക. അപ്പോൾ ടാഗുകൾ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനെ ഏതൊരു വെബ്സൈറ്റ് നമ്മൾ നോക്കുവാണെങ്കിലും വെബ് സെർവർ 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ക്ലയൻറ്റ് സൈഡും അതുപോലെ തന്നെ സെർവർ സൈഡും ഉണ്ടാവും. ക്ലയൻറ്റ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസർ എന്താണ് കാണുന്നത്, യൂസർ ചെയ്യുന്നത്, യൂസർ കാണുന്നതുമായിട്ടുള്ള ഭാഗങ്ങളാണ് ഇതിനെ ക്ലയൻറ്റ് സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സെർവർ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ സെർവർ, അതായത് ഇതിൻ്റെ ബാക്കിൽ, ഈ ഒരു വെബ്സൈറ്റിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. ജസ്റ്റ് ഇപ്പോൾ എന്താ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിവിടെ മൊബൈൽ നമ്പറും പാസ്വേഡും അടിച്ചു കഴിഞ്ഞാൽ ആ പാസ്വേഡൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കി ലോഗിൻ ചെയ്യുന്ന പ്രോസസ്സൊക്കെ ചെയ്യുമല്ലോ. അതൊക്കെ ബാക്കിൽ വരുന്ന പ്രവർത്തനങ്ങളാണല്ലോ. അതിനെയാണ് നമ്മൾ സെർവർ സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ സെർവർ സൈഡും ഉണ്ട്, ക്ലയൻറ്റ് സൈഡും ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ജസ്റ്റ് ഒരു വെബ് പേജാണ്, ഇതൊരു വെബ് പേജാണ്. അപ്പോൾ ഈ ഒരു വെബ് പേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ തന്നെ ജസ്റ്റ് ഒരു വെബ് പേജാണ്. instagram.com എന്ന് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വരേണ്ടത് ഈ ലോഗിൻ ഫോം ആണെന്ന് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു പേജാണ്, ആ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു പേജ് മാത്രമാണ് ഇത്, വെബ് പേജാണിത്. അപ്പോൾ ഒരുപാട് വെബ് പേജ് കൂടിച്ചേരുമ്പോഴാണ് നമുക്ക് വെബ്സൈറ്റായിട്ട് മാറുന്നത്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ജസ്റ്റ് ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. ഗൂഗിൾ എടുത്തിട്ട് ജസ്റ്റ് HTML എന്നോ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യുക. ഗൂഗിൾ എടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് തന്നെ ഗൂഗിൾ എടുത്തിട്ട് അതിൽ അജിനാസ് PUTech എന്ന് അടിച്ചിട്ടുണ്ട്. നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ ജസ്റ്റ് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗൂഗിളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ നോക്കുവാണെങ്കിൽ മുകളിലൊരു ഹെഡർ കാണാൻ സാധിക്കും. അതായത് ഈ ഗൂഗിള്, അതുപോലെ തന്നെ ഈ സെർച്ച്, സെറ്റിങ്സിൻ്റെ ഒരു ഐക്കൺ, അതുപോലെ തന്നെ മെനു ഐക്കൺ, സൈൻ ഇൻ ബട്ടൺ, ഇതൊക്കെ കാണാൻ സാധിക്കും. ഇതൊക്കെ ഏറ്റവും മുകളിലാണ്, ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്താണ് ഈ ഒരു കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഇതിനെയാണ് നമ്മൾ ഹെഡർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ജസ്റ്റ് വേറെ തന്നെ ഒരു കളറിൽ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് കാണാൻ സാധിക്കും. ഇതാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഫൂട്ടർ എന്ന് പറയുന്നത്. അതായത് വെബ്സൈറ്റിൻ്റെ ഏറ്റവും താഴ്വശമാണ് ഈ ഒരു ഫൂട്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും മുകളിലുള്ള ഈ ഒരു സെർച്ച് ബാറും അതുപോലെ തന്നെ ഈ സൈൻ ഇനും സെറ്റിങ്സും ഒക്കെ ഉൾപ്പെടുന്ന ഭാഗമാണ് ഹെഡർ എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിലുള്ളതൊക്കെ കണ്ടൻറ്റാണ്, അതായത് മെയിൻ എന്ന് പറയും. കണ്ടൻറ്റ് അല്ലെങ്കിൽ മെയിൻ എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ജസ്റ്റ് ഏതൊരു വെബ്സൈറ്റ് ആണെങ്കിലും അതിന് ഒരു യൂസർ സൈഡും അതുപോലെ തന്നെ അതായത് ക്ലയൻറ്റ് സൈഡും സെർവർ സൈഡും ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഒരു വെബ്സൈറ്റിൻ്റെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ മുകളിൽ ഫൂട്ടർ ഉണ്ടാവും, ഹെഡർ ഉണ്ടാവും, അതുപോലെ തന്നെ മെയിൻ ഉണ്ടാവും, കണ്ടൻറ്റ് ടാഗ് ഉണ്ടാവും, അതുപോലെ തന്നെ ഏറ്റവും താഴെയായിട്ട് ഫൂട്ടറും ഉണ്ടാവും. ഓക്കെ, അത് ജസ്റ്റ് മനസ്സിലാക്കുക. ഇപ്പോൾ ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ചെയ്തു വരുമ്പോൾ അത് നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഏത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോഡ് ചെയ്യാൻ പോകുന്നതെന്നാണ്. നമ്മൾ കോഡിങ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിലാണ്. ഇപ്പോൾ ഫോണിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ പരിമിതികളുണ്ടാകും, ചിലപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ നേരെ ലാൻഡ്സ്കേപ്പ് മോഡിലായിരിക്കും വീഡിയോ ഉണ്ടാവുക. അതായത് ജസ്റ്റ് പോർട്രേറ്റ് മോഡിൽ എടുത്ത സാധനം ലാൻഡ്സ്കേപ്പിലായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ഫുൾ സ്ക്രീൻ ആക്കുക. ഓക്കെ, യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും ഫുൾ സ്ക്രീൻ ആയിരിക്കുന്നവരൊന്നും ചെയ്യേണ്ട. ഫുൾ സ്ക്രീൻ ആക്കാതെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ഫുൾ സ്ക്രീൻ ആക്കുക. ഫുൾ സ്ക്രീൻ ആക്കിയതിന് ശേഷം എന്ത് ചെയ്യാൻ മതി, ജസ്റ്റ് ഒന്ന് ഫോണ് ചരിച്ച് പിടിച്ചിട്ട് ബാക്കി വീഡിയോസ് കാണാം. ഓക്കെ, അപ്പോൾ
നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ആൾക്കാരും ഫോണിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ചെയ്യുന്ന ഞാനും ഫോണിൽ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുക, ജസ്റ്റ് ഫുൾ സ്ക്രീനിലിട്ടിട്ട് വീഡിയോ ഒന്ന് ഫോണിൽ ശരിച്ച് പിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മൾ കോഡ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ആൾക്കാരും ഫുൾ സ്ക്രീനിലിടുക, എന്നിട്ട് വരിക. ഫോണ് ജസ്റ്റ് ഫുൾ സ്ക്രീനിലിട്ടിട്ട് ഫോൺ തിരിച്ചു പിടിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കോഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷനാണ്, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ ഒരു നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അക്കോഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, ACODE അക്കോഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. അതായത് HTML-ഉം PHP-യും CSS-ഉം എല്ലാം ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിലും എല്ലാം സപ്പോർട്ടാകുന്ന ഒരു കോഡിങ് ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കോഡിങ് ആപ്ലിക്കേഷനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അല്ലാതെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അക്കോഡ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ഒക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫസ്റ്റ് തന്നെ കിട്ടും. ജസ്റ്റ് 8 MB മാത്രമേ ആപ്ലിക്കേഷൻ്റെ സൈസ് കാര്യങ്ങൾ വരുന്നുള്ളൂ. സിമ്പിളായിട്ട് തന്നെ ആ ഒരു ആപ്ലിക്കേഷൻ അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, 8 MB മാത്രമേ സൈസ് കാര്യങ്ങൾ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ സൈസൊന്നും ഇല്ല. ഏത് ചെറിയ ഫോണിലാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ജസ്റ്റ് പെർമിഷന് കാര്യങ്ങളൊക്കെ ചോദിക്കും. അതൊക്കെ അഗ്രി ചെയ്ത് കൊടുക്കുക. ഒരു ഫയൽ പെർമിഷൻ ചോദിക്കുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് അഗ്രി ചെയ്ത് കൊടുക്കുക. സിമ്പിളായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. വേറെ ഒന്നും നമ്മൾ ചെയ്യാനില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും കീബോർഡ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സാധാ നോർമൽ കീബോർഡ്, അല്ലെങ്കിൽ പിന്നെ ഓട്ടോ കറക്ഷൻ ഉണ്ടാവുമല്ലോ, നമ്മുടെ കീബോർഡ് ഓട്ടോ കറക്ഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ HELLO ഹലോ എന്ന് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തിട്ട് ഹെല്ലോ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സ്പേസ് ഇട്ടാൽ അത് ഹലോ എന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ആവുമല്ലോ. അതേപോലെ ഓട്ടോ കറക്ഷൻ ഉണ്ടാവുമല്ലോ. അതുണ്ടായാലും ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കിയിട്ടേക്കുക. നമ്മുടെ ഈ ഒരു HTML അല്ലെങ്കിൽ കോഡിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ ഓരോ വേർഡ്സും കറക്റ്റായിട്ടുള്ള അതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഒന്നല്ല യൂസ് ചെയ്യുക. ഇപ്പോൾ കളർ എന്നുള്ളതാണെങ്കിൽ COLOUR ആണ് കറക്റ്റ് സ്പെല്ലിംഗ്. പക്ഷേ നമ്മൾ ഈ കോഡിങ്ങിൽ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ COLOR ആണ് കളർ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഓട്ടോ കറക്ഷൻ ഉണ്ട്, അത് ഓഫാക്കി ഇടാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെയാണ് നമ്മൾ ഫുള്ള് ടൈപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമുക്ക് ഇൻഡെക്സ് ഫയൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ സേവ് ചെയ്യണം. നിങ്ങളെ എല്ലാം ഒരു ഫോൾഡറിലാക്കിയിട്ട് വേണം ചെയ്യുക. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഈ ഒരു പാർട്ടിയിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 സൈഡ് ഉണ്ട്. അതായത് ക്ലയൻറ്റ് സൈഡും ഉണ്ട്, സെർവർ സൈഡും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലയൻറ്റ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂസറിൻ്റെ ഇൻ്റർഫേസ് ആണ് ക്ലയൻറ്റ് സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ക്ലയൻറ്റ് സൈഡ് ആണ് നമ്മൾ ആദ്യമായിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റിൻ്റെ ഡിസൈനിങ് എങ്ങനെയാണ് ചെയ്യുക, ആ ഡീറ്റെയിൽസാണ് നമ്മൾ ആദ്യം തന്നെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. HTML, CSS ഇതൊക്കെയാണ് ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് ശേഷമായിരിക്കും നമ്മൾ സെർവർ സൈഡിലോട്ട് അല്ലെങ്കിൽ വർക്കിങ്ങിലോട്ട് കിടക്കുന്നത്, അല്ലെങ്കിൽ PHPയിലോട്ട് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്ലയൻറ്റ് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. HTML തന്നെ തുടങ്ങാം. അതിൻ്റെ ബേസിക് തൊട്ട് എല്ലാ കാര്യങ്ങളും തുടങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്ത് എല്ലാ ആൾക്കാരും അടുത്ത വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. അത്രേ ചെയ്യാനുള്ളൂ, വേറെ ഒന്നും നമ്മൾ ചെയ്യാനില്ല. ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ കോഡിങ് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെബ് ഡെവലപ്മെൻറ്റ് കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് എല്ലാ ആൾക്കാരും വരിക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു കോഴ്സിലോട്ട് എത്തിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ഓൾ.